നമസ്കാരം. ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നും പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വേർഡിൽ പഠിച്ചു. പക്ഷേ വേർഡിൽ ക്രിയേറ്റ് ചെയ്തൊരു ഡോക്യുമെന്റ് എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക എന്ന് നമ്മൾ നോക്കില്ല. അപ്പൊ ഈ വീഡിയോയിലെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാനും അതുപോലെ തന്നെ പ്രിന്ററിന്റെ കുറച്ച് ഓപ്ഷനുകളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് പ്രിന്റിനെ കുറിച്ച് പറഞ്ഞു തരാനായിട്ട് ഞാൻ നോക്കിയപ്പോഴാണ് ഇങ്ങനൊരു ഡോക്യുമെന്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് ഞാൻ ക്ലാസ്സിന് ശേഷം ഒന്ന് വിശദീകരിക്കാം. ഈ ഡോക്യുമെന്റിന്റെ ഫോണ്ട് സൈസും ഫോണ്ട് ഏതാണ് എന്ന് കാണണമെങ്കിൽ അതിന്റെ ഹോം എന്ന ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫോണ്ട് സൈസ് ഏരിയൽ 13.5 ആണെന്ന് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ ഹെഡിങ് 16.5 എന്നുള്ള സൈസിലാണ്. അപ്പൊ നമുക്ക് ജസ്റ്റ് വായിക്കാനാണെങ്കിൽ ഇത്രയും വലിപ്പത്തിലുള്ള ഫോണ്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഒരു ഡോക്യുമെന്റ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം വളരെയധികം സ്പേസ് ഓരോന്നിന്റെ ഇടയിൽ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹെഡിങ് തനിയെ നിന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ താഴേക്കാണ് പോകുന്നത്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡില് ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഡോക്യുമെന്റിൽ എത്ര പേജ് ഉണ്ട്, അതിൽ ഏത് പേജിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നെല്ലാം കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് പേജസിന്റെ എണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെങ്കിൽ എല്ലാം മൊത്തം സെലക്ട് ചെയ്യുക. ഒന്നുകിൽ പേജിന്റെ മാർജിനുകൾ കുറയ്ക്കുക, അല്ലെങ്കിൽ ഇതിന്റെ ഫോണ്ട് സൈസ് നമുക്ക് കുറച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മൊത്തം സെലക്ട് ചെയ്യാനായിട്ട് ഞാനിത് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. Ctrl+A എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Ctrl+A. അപ്പം നമുക്കിത് ഫുള്ളായിട്ട് സെലക്ഷൻ ആവുന്നത് കാണാം. അതിനുശേഷം ഈ ഫോണ്ട് സൈസ് എന്നുള്ള ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് 12 എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോഴിതിൻ്റെ പേജസ് 3 പേജ് തന്നെയായിട്ട് നമുക്ക് കാണാം. ഇനി നമുക്ക് പേജ് ലേഔട്ടിൽ പോയി കഴിഞ്ഞാൽ സ്പേസിങ് എന്നുള്ളൊരു ഓപ്ഷൻ പറഞ്ഞിരുന്നു. ആ സ്പേസിങ്ങിൽ ഇതെല്ലാം ലെഫ്റ്റ്, റൈറ്റ്, ബിഫോർ, ആഫ്റ്റർ എല്ലാം 0 ആക്കി കൊടുക്കുക. ഇപ്പൊ കണ്ടോ, ലൈനിന്റെ സ്പേസിങ് കുറച്ചും കൂടി അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മുടെ പേജ് നമ്പർ നോക്കിയാൽ എത്ര പേജ് ഉണ്ടെന്ന് നോക്കിയാൽ 1/2, അതായത് 3 പേജ് എന്നുള്ളത് 2 പേജായിട്ട് ചുരുങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേജിന്റെ എണ്ണം കുറയ്ക്കേണ്ടത്. ഇപ്പൊ ഈ ഫസ്റ്റ് പോയിന്റ് അടുത്താണ്. അതിനുശേഷം നമ്മൾക്ക് അതിന് സ്പേസ് ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിൽ സ്പേസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഡോക്യുമെന്റിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓരോ പാരഗ്രാഫിന്റെ ഇടയിൽ സ്പേസ് കൊടുക്കുക, അതുപോലെ തന്നെ ഹെഡിങ്ങിന്റെ ഇടയിൽ സ്പേസ് കൊടുക്കുക. ഈ ഹെഡിങ്ങിനെ സെന്ററിലേക്ക് അലൈൻ ചെയ്യുക. ഹോം എടുത്താൽ അലൈൻമെന്റ് ഉണ്ട്, അത് സെന്ററിലേക്ക് അലൈൻ ചെയ്യുക. ഈ ഹെഡിങ്ങിന്റെ വലിപ്പം കൂട്ടണമെങ്കിൽ നമ്മൾക്ക് വലിപ്പം കൂട്ടാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിവിടെ ഈ ഡോക്യുമെന്റിനെ നമ്മൾ സെറ്റ് ആക്കി ശരിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ലാസ്റ്റ് നോക്കുമ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് പേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനത്തെ ലൈനിൽ കൊണ്ടിട്ട് ഡിലീറ്റ് ബട്ടൺ അടിച്ചാൽ ആ ബ്ലാങ്ക് പേജ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. ഇനി ഇതിനെ എങ്ങനെയാണ് പ്രിന്റ് കൊടുക്കുക എന്ന് നോക്കാം. പ്രിന്റ് കൊടുക്കാനായിട്ട് ഒന്നുകിൽ ഈ ഓഫീസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്രിന്റ് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ 3 ഓപ്ഷനുകളാണ് വരുന്നത്. ഇത് ഫസ്റ്റിൽ കിടക്കുന്നത് വെറുതെ പ്രിന്റ് എന്ന് പറഞ്ഞിട്ട്, ഈ പ്രിന്റ് എന്താണെങ്കിലും നമ്മൾ സാധാരണ പ്രിന്റ് കൊടുക്കുന്നത് പോലെ നമുക്ക് കൊടുത്താൽ ഏത് പ്രിന്റർ ആണോ വേണ്ടത് എന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ക്വിക്ക് പ്രിന്റ് എന്നുള്ള ഈ ഒരു സംഭവം എന്താണെങ്കിൽ ഒരു ഡീഫോൾട്ട് പ്രിന്റർ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും. അപ്പം നമ്മൾ പ്രിന്റ് കൊടുക്കുന്നത് ഈ ഡീഫോൾട്ട് പ്രിന്ററിലേക്കായിരിക്കും പോവുക. താഴെ കാണുന്നത് പ്രിന്റ് പ്രിവ്യൂ ആണ്. നമ്മുടെ ഡോക്യുമെന്റ് പ്രിന്റിൽ എങ്ങനെയാണ് വരിക എന്നുള്ളതാണ് പ്രിന്റ് പ്രിവ്യൂവിൽ കാണുന്നത്. ആ പ്രിന്റ് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡോക്യുമെന്റ് എങ്ങനെയാണ് എന്നുള്ളത് കാണാം. നമുക്കതിനെ 100%ലേക്ക് സൂം ചെയ്താൽ നമുക്ക് ഈ പ്രിന്റ് നമ്മൾ കൊടുക്കുന്ന പേജ് എങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇവിടെ വെച്ച് കാണാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ തന്നെയും നമ്മളുടെ ഡോക്യുമെന്റ് ഇരിക്കുന്നത് വ്യൂ എന്ന മെനുവിൽ പ്രിന്റ് ലേഔട്ട് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നത് തന്നെ ആ പ്രിന്റ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ള മോഡലിലായിരിക്കും. ഇനി ഇത് പ്രിന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 ഓപ്ഷൻ ഞാനിവിടെ പറഞ്ഞു. അല്ല എന്നുണ്ടെങ്കിൽ Ctrl കീയും P എന്ന കീയും
ഞെക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോവുക. അതിൽ ഈ സിസ്റ്റത്തിൽ ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് PDF ക്രിയേറ്ററാണ്, അതായത് ഡോക്യുമെൻറ്റിനെ PDF ആക്കി മാറ്റാനുള്ള ഒരു പ്രിൻ്റർ. ഈ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്നും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന പ്രിൻ്ററുകൾ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഞാനിവിടെ Canon LBP 2900 എന്ന മോഡലാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ഇത് പ്രിൻ്ററിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ടാവും ഏതാണ് ഈ പ്രിൻ്ററിൻ്റെ മോഡൽ എന്നുള്ളത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ പ്രിൻ്റ് കൊടുക്കുകയാണെങ്കിൽ ആ പ്രിൻ്ററിലൂടെ ആയിരിക്കും നമുക്ക് പ്രിൻ്റ് ഔട്ട് കിട്ടുക. ഇനി പ്രിൻ്റിൻ്റെ ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പേജ് റേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് കാണാം ഓൾ, കറണ്ട് പേജസ്, പിന്നെ സെലക്ഷൻ എന്നുള്ളൊരു ഓപ്ഷനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സാധാരണയായിട്ട് സെലക്ഷൻ എന്നുള്ളത് ഡിസേബിൾഡ് ആയിരിക്കും, കാരണം നമ്മൾ സെലക്ട് ചെയ്തിട്ടില്ലല്ലോ. ഏത് ടെക്സ്റ്റാണ്, ഏത് പോർഷനാണ് നമുക്ക് വേണ്ടതെങ്കിൽ ആ പോർഷൻ മാത്രം സെലക്ട് ചെയ്തതിന് ശേഷം പ്രിൻ്റ് കൊടുക്കാനാണ് സെലക്ഷൻ എന്നുള്ള ഓപ്ഷൻ ഉള്ളത്. അത് നമ്മൾ ഡോക്യുമെൻറ്റിൽ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനേബിൾ ആവുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ഡോക്യുമെൻറ്റിൽ ഇപ്പോൾ 10 പേജുണ്ട്, ആ 10 പേജും നമ്മൾക്ക് മുഴുവനായിട്ടും പ്രിൻ്റ് വേണമെങ്കിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ 10ാമത്തെ പേജിൽ 8ാമത്തെ പേജ് മാത്രമാണ് എനിക്ക് പ്രിൻ്റ് വേണ്ടതെങ്കിൽ നമ്മൾക്ക് ഇവിടെ കറണ്ട് പേജ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അത് പക്ഷേ കർസർ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് 8ാമത്തെ പേജ് ആണെങ്കിൽ മാത്രമാണ് കറണ്ട് പേജ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ കർസർ ഇരിക്കുന്നത് ഏത് പേജ് ആണോ ആ പേജ് ആയിരിക്കും പ്രിൻ്റ് വരുന്നത്. ഇനി പേജസ് എന്നുള്ള ഓപ്ഷനിലും ഇതുപോലെ നമ്മൾക്ക് ചെയ്യാവുന്നതാണ്. പേജസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് 8ാമത്തെ പേജാണ് പ്രിൻ്റ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ 8 എന്നുള്ള ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ 8ാമത്തെ പേജ് ആയിരിക്കും നമുക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടുക. ഇനി നിങ്ങൾക്ക് 5 മുതൽ 10 വരെയുള്ള പേജാണ്, അല്ലെങ്കിൽ 1 മുതൽ 6 വരെയുള്ള പേജാണെങ്കിലോ 1 ഇടുക, ഹൈഫൻ ഇടുക, 6 ഇടുക. അങ്ങനെയാണെങ്കിൽ 1 മുതൽ 6 വരെയുള്ള കണ്ടിന്യൂസ് പേജിന് നിങ്ങൾക്ക് പ്രിൻ്റ് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് 1ാമത്തെ പേജും 6ാമത്തെ പേജും 8ാമത്തെ പേജ് അങ്ങനെ നമ്മൾക്ക് സെലക്റ്റീവ് ആയിട്ടുള്ള പേജസ് ആണ് പ്രിൻ്റ് കൊടുക്കേണ്ടതെങ്കിലോ ഓരോ പേജ് നമ്പറും ഇടുക. 1ാമത്തെ പേജ് വേണമെങ്കിൽ 1ാമത്തെ പേജ് ഇടുക, കോമ ഇട്ടതിന് ശേഷം അടുത്ത പേജ് ഇടുക, അതിന് ശേഷം അടുത്ത പേജ് നമ്പർ ഇടുക. ഇങ്ങനെ ഓരോ പേജ് നമ്പറിനും കോമ ഇട്ട് കൊടുത്താൽ ആ പേജസ് മാത്രം പ്രിൻ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഒരുപാട് പേജസ് ഉണ്ട്, അതിൻ്റെ അപ്പുറം ഇപ്പുറം പ്രിൻ്റ് എടുക്കാനായിട്ട് സാധാരണ ഇങ്ങനെ യൂസ് ചെയ്യാം. അതായത് ഒറ്റ പേജുകൾ, ഓഡ് പേജസും ഈവൻ പേജസും സെപ്പറേറ്റ് ചെയ്തിട്ട് 1, 3, 5, 7, 9 എന്ന് കൊടുത്താൽ ഓഡ് പേജസിൻ്റെ പ്രിൻ്റ് വരും. അതിനെ എടുത്ത് മറിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ 2, 4, 6, 8 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈവൻ പേജസും നിങ്ങൾക്ക് പ്രിൻ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ പ്രിൻ്റ് ഔട്ട് വരുന്ന ആ പേപ്പറിനെ സെറ്റ് ചെയ്യണം. അതായത് 1ാമത്തെ പേജ് ആദ്യം വെച്ചാലാണ് 2 എന്നുള്ള പേജ് അതിൻ്റെ പുറകിൽ പ്രിൻ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഈ ഓർഡറിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട് എന്ന് മാത്രം. ഇനി നമ്മൾ പറയാണ് 2, 4, 6, 8 വേണം. പിന്നെ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വൺ സൈഡിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് 10 മുതൽ 15 വരെയുള്ള പേജസ് വേണമെങ്കിൽ ഇവിടെ കോമ ഇട്ടിട്ട് 10-15 എന്നിട്ടാൽ 2, 4, 6, 8 പ്രിൻ്റ് ചെയ്യും. പിന്നെ 10 മുതൽ 15 വരെയുള്ള കണ്ടിന്യൂസ് പേജസും നമ്മൾക്ക് പ്രിൻ്റ് ഔട്ടായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിന് പകരമായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ഓഡ് പേജസും ഈവൻ പേജസും ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എത്ര കോപ്പി വേണം, ഒരു പ്രിന്റിന്റെ തന്നെ നിങ്ങൾക്ക് 3-4 കോപ്പീസ് വേണം എന്നുണ്ടെങ്കിൽ കോപ്പി എന്നുള്ള ഈ ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ കോപ്പിയുടെ എണ്ണം നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്രയും കോപ്പി പ്രിന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. സാധാരണയായിട്ട് 1ലാണ് കിടക്കുക. നമ്മൾക്ക് ഒരു കോപ്പി മതിയെങ്കിൽ 1ആയിരിക്കും ഇവിടെ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. ഇനി ഈ കൊളാറ്റ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ എന്തിനാണെങ്കിൽ നമ്മളിപ്പം 4 കോപ്പി എടുക്കണം. 4 കോപ്പി എടുക്കണമെങ്കിൽ നമുക്ക് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് 1, 2, 3, 4 എത്ര പേജ് ഉണ്ടോ അത്രയും പേജസ് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രിന്റ് വരും. അതിനുശേഷം അടുത്ത പ്രിന്റ് വരും. അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത്
പ്രിൻ്റാണ് വരിക. ഇനി അതല്ല നമ്മൾക്ക് വേണ്ടത്, ആദ്യം 5 കോപ്പി ഒന്നാമത്തെ പേജ് വരണം, പിന്നെ 5 കോപ്പി രണ്ടാമത്തെ പേജ് വരണം, അങ്ങനെയൊക്കെ വേണ്ട സന്ദർഭങ്ങളിൽ നമുക്ക് ഈ കൊളാറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഫസ്റ്റ് പേജ് എത്ര കോപ്പി പറയുന്നുണ്ടോ അത്രയും കോപ്പി ഫസ്റ്റ് പേജ് വരും. ആ പേജ് പ്രിൻ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് സെക്കൻഡ് കോപ്പി വരിക. അങ്ങനെ ഓരോ പേജസും അത്രയും കോപ്പി പ്രിൻ്റ് എടുത്തതിന് ശേഷമാണ് അടുത്ത പേജ് പ്രിൻ്റ് ആവുള്ളൂ. അതാണ് കൊളാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതൊന്നും സാധാരണ നമ്മൾ യൂസ് ചെയ്യാറില്ല എന്ന് മാത്രം. പിന്നെ നിങ്ങൾക്ക് ഒരു പേജിൽ 2-3 പേജസ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ പേജസ് പെർ ഷീറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1 പേജ്, 2 പേജസ്, 4 പേജസ് എന്നുള്ള ഓപ്ഷനുകൾ കാണാൻ പറ്റും. പേജസിൻ്റെ എണ്ണം കൂടും തോറും ആ പ്രിൻ്റ് ചെയ്യേണ്ട മാറ്ററിൻ്റെ വലിപ്പം കുറയും എന്നതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ പ്രിൻ്റ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻ്റർ ഓൺ ആണെങ്കിൽ പ്രിൻ്ററിലേക്ക് മെസ്സേജ് പോകും. അഥവാ പ്രിൻ്റർ ഓഫ് ആവുകയോ അല്ലെങ്കിൽ പ്രിൻ്ററിൻ്റെ കേബിൾ നമ്മൾ കുത്താനായിട്ട് മറന്നു പോവുകയോ ചെയ്താൽ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ ഓർക്കുക, ഒന്നുകിൽ പ്രിൻ്റർ ഓഫായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കേബിൾ പ്രോപ്പറായിട്ട് കുത്തിയിട്ടുണ്ടാവില്ല, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ എറർ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ചിലപ്പോൾ പേപ്പർ കുടുങ്ങി പോവാം, പേപ്പർ ജാം ആണെങ്കിൽ പേപ്പർ ജാം എന്ന് കാണിക്കും കേട്ടോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ ഒരു എറർ മെസ്സേജ് കാണിക്കും. അല്ലെങ്കിൽ സ്മൂത്തായിട്ട് നമുക്ക് പ്രിൻ്റ് കിട്ടും. ഇനി പ്രിൻ്റ് നമ്മൾ തെറ്റിക്കൊടുത്താൽ അത് ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ, നമ്മുടെ ടാസ്ക് ബാറിൽ പ്രിൻ്ററിൻ്റെ ഒരു ഐക്കൺ കാണും. പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് ടാസ്ക് ബാറിൽ പ്രിൻ്ററിൻ്റെ ഒരു ഐക്കൺ കാണും. ആ ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ പ്രിൻ്ററിൻ്റെ പ്രോപ്പർട്ടീസ് ഓൺ ആയിട്ട് വരും. അതിൽ നമ്മൾ എത്ര ഡോക്യുമെൻ്റ് പ്രിൻ്റ് കൊടുത്തോ ആ ഡോക്യുമെൻറ്റ്സ് മുഴുവനും നമ്മൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ പ്രിൻ്റർ എന്നുള്ള ഓപ്ഷനിൽ പോവുക, ക്യാൻസൽ ഓൾ ഡോക്യുമെൻറ്റ് എന്നുള്ള ഓപ്ഷൻ പറഞ്ഞിട്ട് യെസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പ്രിൻ്റും നമ്മുടെ ക്യാൻസലായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതിനുശേഷം പ്രിൻ്റർ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക. ചില പ്രിൻ്ററുകൾ അങ്ങനെ ഓഫ് ചെയ്ത് ഓൺ ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലാത്ത പ്രിൻ്ററുകളൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്പൂളർ, അതിൻ്റെ ആ പ്രിൻ്റ് കൊടുത്തിരിക്കുന്ന ആ ഡീറ്റെയിൽസ് എല്ലാം റീസെറ്റ് ആയിക്കോളും. ഫ്രഷ് ആയിട്ട് നമുക്ക് പ്രിൻ്റ് കൊടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. ഇനി ഇതിൽ നമ്മൾ PDF എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. PDF ക്രിയേറ്റ് ചെയ്യാനായിട്ട് സേവ് ആസ് PDF എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ സേവ് ആസ് PDF എന്നുള്ള ഓപ്ഷൻ നമ്മൾക്ക് ക്ലിക്ക് ചെയ്താൽ കൺവേർട്ട് ഡോക്യുമെൻറ്റ് ടു PDF, സേവ് ആസ് PDF എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് ഈ ഡോക്യുമെൻറ്റിനെ മറ്റേ PDF ആയിട്ട് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണാം. ചിലതിൽ എക്സ്പോർട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പ്രിൻറ്റേഴ്സുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ പ്രിൻ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റിനെ PDF ആയിട്ട് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഒരു ദിവസം വളരെ മനോഹരമാക്കാനുള്ള 10 കാര്യങ്ങളാണ് ഈ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്നത്. വേക്കപ്പ് ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുക. അപ്പോൾ വളരെ ശാന്തവും സമാധാനപരമായിട്ട് നമുക്ക് വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. നല്ല എനർജിയും നമുക്ക് കിട്ടും. ഈറ്റ് റൈറ്റ്, നല്ല ഫുഡുകൾ കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്ന് വിചാരിച്ച് വില കൂടിയ ഫുഡൊന്നും അല്ല കേട്ടോ, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. എക്സസൈസ് ചെയ്യുക, റെഗുലർ ആയിട്ട് നമ്മൾ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കും, അതുപോലെ തന്നെ ശാന്ത സ്വരൂപരായിട്ടിരിക്കും എന്നാണ് പറയുന്നത്. അക്കംപ്ലിഷ് 1 ബിഗ് ടാസ്ക്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ദിവസവും ചെയ്ത് തീർക്കാനുണ്ടാവും. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണോ അത് ആദ്യം ചെയ്ത് തീർക്കുക. ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഫസ്റ്റ് ചെയ്ത് തീർത്താൽ ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഉഷാർ വരും. അപ്പം അങ്ങനെ ചെയ്ത് തീർക്കുക. നമുക്ക് എന്താ പറയുക, വളരെയധികം സന്തോഷം ഫീൽ ചെയ്യും. ഡു 1 തിങ് ദാറ്റ് യു ലവ്. നമ്മൾക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. നമുക്ക് പിന്നെ ഓരോ ഹോബീസ് ഉണ്ട്. പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനും അതുപോലെ തന്നെ വായിക്കാനും ഇഷ്ടമുള്ളവരാണ് നമ്മളിലേറെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മുടെ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. റെസ്റ്റ് എഫക്റ്റീവ്ലി,
ഒരു യന്ത്രം കണക്കെ 24 മണിക്കൂറും പണിയെടുത്തുകൊണ്ടിരിക്കാതെ ആവശ്യത്തിനുള്ള റെസ്റ്റ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നൽകാനായിട്ട് ശ്രമിക്കണം. ബി പ്രസന്റ് വിത്ത് അതേഴ്സ്. നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ട്, റിലേറ്റീവ്സ് ആയിട്ട്, അതുപോലെ തന്നെ അയൽവക്കക്കാരായിട്ടൊക്കെ നമ്മൾ സംസാരിക്കുക. അവരുമായിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക, ഉത്തരം പറയുക. അങ്ങനെ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയിൽ നമ്മുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ഗിവ് ടു സംവൺ എൽസ്. നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി മാത്രമാകരുത്. അങ്ങനെ ജീവിച്ചാൽ നമുക്കൊരു സന്തോഷവും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതത്തിന്റെ കുറച്ചു ഭാഗമെങ്കിലും നമ്മൾ മറ്റാളുകൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞിനെ മെന്റർ ചെയ്യാം, അവനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരാം. നിങ്ങളുടെ ഫാമിലിയിലുള്ളവരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ, അയൽവക്കത്തിലുള്ള ആളുകളെ ഒക്കെ നിങ്ങൾക്ക് മോട്ടിവേറ്റ് ചെയ്യാനും അവരോട് നല്ല രീതിയിൽ സംസാരിച്ച് അവരെ സാന്ത്വനിപ്പിച്ച് നിങ്ങൾ കുറച്ച് സമയം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക. നർച്ചർ യുവർ സോൾ. നമ്മുടെ ശരീരത്തിന് മാത്രം നമ്മളിങ്ങനെ ഹെൽത്തി ആക്കിക്കൊണ്ടിരുന്നാൽ കാര്യമില്ല. അതിനും അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനെ നമ്മൾ നർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എന്ത് ചെറിയ സംഭവങ്ങൾ നമുക്ക് കിട്ടിയാൽ അതിനോട് നമുക്ക് നന്ദി സൂചിപ്പിക്കുക. അത് കിട്ടിയതിന് നന്ദി പറയുക. പിന്നെ ചിരിക്കേണ്ടടത്ത് ചിരിക്കുക. പ്രതീക്ഷകള്, ഭാഗ്യം, ഇതിലൊക്കെ വിശ്വസിക്കുക. അങ്ങനെ മുന്നോട്ടേക്ക് പോവുക. റീസെറ്റ്. ഓരോ ദിവസവും 10 മിനിറ്റ് നമ്മളുടെ ചിന്തകളെ റീസെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റി വെക്കുക. പല ടൈപ്പ് ചിന്തകൾ വരും, പക്ഷെ ഒരു 10 മിനിറ്റ് നമ്മളുടെ മൈൻഡിനെ റിഫ്രഷ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ദിവസം തുടങ്ങുകയാണെങ്കിൽ ആ ദിവസം വളരെ മനോഹരമായിരിക്കും, എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ജീവിതത്തിൽ സന്തോഷവും ഉയർച്ചയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.